ഇപ്പോൾ അടിയന്തര കണ്ണൂർ ജില്ലാ കമ്മിറ്റി യോഗം വിളിച്ചിരിക്കുകയാണ്. CPM ജില്ലാ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത മഹാഭൂരിപക്ഷ ആളുകളുള്ള ഒരു നാടാണ് ഇന്ന്. പക്ഷെ ഇന്ന് അദ്ദേഹം വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് ആശയത്തിന് വിരുദ്ധമായി സംസാരിച്ചപ്പോൾ ഇന്നലെ വരെ അദ്ദേഹത്തെ സ്നേഹിച്ചിരുന്ന നൂറുകണക്കിന് ആളുകളാണ് നിമിഷങ്ങൾക്കകം ഈ മലപ്പെട്ട സെൻറ്ററിലേക്ക് കേന്ദ്രീകരിക്കുകയും വലിയ നിലയുടെ ബഹുജന പ്രതിഷേധ പ്രകടനം ഉൾപ്പെടെ ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇപ്പോൾ TK ഗോവിന്ദൻ മാഷ് എല്ലാ കാലത്തും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിട്ടുള്ളത് അദ്ദേഹം CPIMൻ്റെ സമുന്നതമായ നേതാവായതുകൊണ്ടാണ്. അദ്ദേഹം പാർട്ടിക്ക് പുറത്താവുമ്പം ഒരിക്കലും വ്യക്തി എന്നുള്ള നിലയിലല്ല അതിനെ സമീപിക്കുക. പാർട്ടി എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ആളുകളുടെ കൂട്ടബലം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഇവിടുത്തെ പാർട്ടിക്ക് ഒരു പോറലും ഏൽക്കില്ല എന്നുള്ള പൂർണ്ണമായ ഉത്തമ ബോധ്യം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഇത് TK ഗോവിന്ദന്റെ മരുമകൾ സുലേഖയാണ് ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി അർജുൻ കല്യാടുമായി സംസാരിച്ചത്. ഇപ്പോൾ കണ്ണൂരിൽ അടിയന്തര ജില്ലാ കമ്മിറ്റി യോഗം വിളിച്ചിരിക്കുകയാണ്. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നു. TK ഗോവിന്ദനെതിരായ സംഘടനാ നടപടി ആണ് പ്രധാനപ്പെട്ട അജണ്ട. അർജുൻ കല്യാട്, ജില്ലാ കമ്മിറ്റി യോഗം പൂർത്തിയായോ? ഡോക്ടർ നിലവിൽ എന്തായാലും ജില്ലാ കമ്മിറ്റി യോഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഓൺലൈനായാണ് യോഗം ചേരുന്നത്. നേരത്തെ ചേർന്നിട്ടുള്ള ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ TK ഗോവിന്ദനെതിരായിട്ടുള്ള സംഘടനാ നടപടി ചർച്ചയാവുകയും TK ഗോവിന്ദനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനമെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ആ തീരുമാനം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളൊരു സാങ്കേതിക നടപടി മാത്രമേ ബാക്കിയുള്ളൂ. എന്തായാലും TK ഗോവിന്ദനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കും എന്നുള്ളത് TK ഗോവിന്ദൻ പരസ്യമായി പാർട്ടി നേതൃത്വത്തിനെതിരെ രംഗത്തെത്തിയ ഘട്ടത്തിൽ തന്നെ എല്ലാവരും ഉറപ്പിച്ചതാണ്. TK ഗോവിന്ദന് വാർത്താസമ്മേളനത്തിൽ ആ കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തതാണ്. എന്തായാലും പാർട്ടിയെ സംബന്ധിച്ച് CPIMനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിൽ ഇങ്ങനെയൊരു ഇരുട്ടടി ലഭിക്കുമെന്ന് ഒരു തരത്തിൽ പോലും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. കാരണം CPM സ്ഥാനാർത്ഥികളെല്ലാം വലിയ രീതിയിൽ പ്രചരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും പ്രചരണത്തിൽ മുന്നേറ്റമുണ്ടാക്കുകയും ചെയ്ത ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിൽ പാർട്ടിയെ കനത്ത പ്രഹരമേൽപ്പിച്ചുകൊണ്ട് TK ഗോവിന്ദൻ പാർട്ടിക്ക് പുറത്തേക്ക് പോകുന്നത്. TK ഗോവിന്ദൻ തളിപ്പറമ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിൽക്കും, UDFൻ്റെ പിന്തുണ ലഭിച്ചു കഴിഞ്ഞാൽ സ്വീകരിക്കും എന്നുള്ള നിലപാട് കൂടി പ്രഖ്യാപിച്ച ഘട്ടത്തിൽ അത് വലിയ രീതിയിൽ തളിപ്പറമ്പ് മണ്ഡലവും നേരത്തെ തന്നെ പല ഘട്ടത്തിലും ഇത്തരത്തിൽ ശ്രദ്ധേയമായിട്ടുള്ളൊരു മണ്ഡലം കൂടിയാണ് തളിപ്പറമ്പ് മണ്ഡലം. PK ശ്യാമളയുടെ പേര് ആദ്യഘട്ടത്തിൽ പരിഗണിക്ക സമയത്ത് തന്നെ ഫേസ്ബുക്കിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും ഒക്കെ പല പാർട്ടി അണികളും പ്രവർത്തകരുമൊക്കെ എതിർപ്പ് അറിയിച്ചതാണ്. ആ എതിർപ്പും ആ അമർഷവും രോഷവുമൊക്കെ ഒരു പടി കൂടി കടന്ന് അത് ഒരു വലിയ രീതിയിലുള്ള ഒരു പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്ന് വേണം TK ഗോവിന്ദൻ്റെ പ്രതികരണത്തിലൂടെ മനസ്സിലാക്കാൻ. എന്തായാലും വരും ദിവസങ്ങളിൽ അതിരൂക്ഷമായ രീതിയിൽ TK ഗോവിന്ദനെ കടന്നാക്രമിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനമാണ് CPM നേതാക്കളുടെ ഭാഗത്ത് ഉണ്ടാവുന്നത്. ഒരു തരത്തിലും മയം വേണ്ടതില്ല. കാരണം പാർട്ടിയെ വഞ്ചിച്ച് കടന്നുപോയ ഒരാളാണ് TK ഗോവിന്ദൻ എന്നുള്ളതാണ് പാർട്ടിയുടെ തീരുമാനം, അല്ലെങ്കിൽ പാർട്ടി നേതാക്കൾ കരുതുന്നത്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും മയപ്പെടുത്തേണ്ട കാര്യമില്ല. അതിശക്തമായി അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾക്കായിരിക്കും TK ഗോവിന്ദൻ ഇനി ഏറ്റുവാങ്ങേണ്ടി വരിക. എന്തായാലും തളിപ്പറമ്പ് മണ്ഡലം ശ്രദ്ധേയമായ ഒരു മണ്ഡലമായി മാറുന്നു, രൂക്ഷമായിട്ടുള്ള രാഷ്ട്രീയ പ്രതികരണങ്ങളുടെ വേദിയായി മാറുന്നു. UDF താങ്ക് യു അർജുൻ. ഇന്നലെ വരെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റിലെ പ്രധാനി, 6 പതിറ്റാണ്ട് CPMൻ്റെ നായകത്വം വഹിച്ച പ്രധാനപ്പെട്ട നേതാക്കളിലൊരാൾ, ആ നേതാവാണ് ഇപ്പോൾ UDFൻ്റെ പിന്തുണയോടുകൂടി തളിപ്പറമ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് ഇന്നിപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്.